3 star. Hello guys. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് പ്രൊഫിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ ഓഫ് സെക്കൻഡ് പ്രൊഫ്. എന്താ തോന്നണേ? പക്ഷെ എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. എന്തിനാന്നറിയില്ല, വിഷമമുണ്ട്. ആ മോഡൽ തരുവാ, പക്ഷെ പഠിക്കാൻ തോന്നുന്നില്ല. ഇന്നലെ അബദ്ധത്തിൽ ഞാനൊന്ന് സിലബസ് തുറന്നു പോയി, പഠിക്കാനുള്ള മൂടും പോയി. അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ സെക്കൻഡ് പ്രൊഫ് വിശേഷങ്ങൾ. സോ സെക്കൻഡ് പ്രൊഫ് കഴിഞ്ഞു, ഇന്നത്തോടെ കഴിയുക. അതിന് ഇനി നമ്മൾ തേർഡ് പ്രൊഫിൽ പോകും. ഹോപ്പ്ഫുള്ളി ഫൈനൽ ഇയർ അവിടെ വരെ എത്തി കാര്യങ്ങൾ പാസ്സാവണം. എന്താണ് പറയാനല്ലേ നമ്മുടെ സെക്കൻഡ് പ്രൊഫിനെ പറ്റി? സെക്കൻഡ് ലാസ്റ്റ് ഡേ ഓഫ് സെക്കൻഡ് പ്രൊഫ് എന്താ പറയാനല്ലേ? പഠിക്കേണ്ട മാത്രം കാലല്ലേ, അതിന്റെ മാത്രം സങ്കടമുള്ളൂ. ക്ലാസ്സിൽ വരികയാണെങ്കിൽ വേറെ ചിന്തിക്കണല്ലോ, പഠിച്ചില്ലായിരുന്നു. ഒരേപോലെ ടെൻഷനാ. അതായത് ഇനി ഉറക്കമില്ല, സ്ട്രെസ്സും കയറി കരഞ്ഞ് വീട്ടിലേക്കും പോകാൻ പറ്റാണ്ടിരിക്കണ ഒരു കഴിഞ്ഞ കുറച്ച് മന്തി കുറച്ച് മന്തി കഴിക്കുക. അപ്പൊ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. എങ്ങാനും ഛർദ്ദിക്കില്ല, എന്തെങ്കിലും യൂണിവേഴ്സിറ്റി എക്സാമിന്റെ തലേന്ന് പോലും സിനിമ കാണാം, പനിപ്പൂരി കഴിക്കാൻ പോവാ. അങ്ങനെ ചില്ല് ചെയ്യണം. आपको क्या बोलना है सेकंड प्रूफ, लास्ट डे ऑफ सेकंड प्रूफ के बारे में? പിന്നെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അന്ന് തന്നെ നമുക്ക് ക്ലാസ്സിൽ നിന്ന് മാറണമായിരുന്നു. സോ നമ്മൾ ഷെൽഫൊക്കെ ക്ലിയർ ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ക്ലാസ് കംപ്ലീറ്റ്ലി വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബിനോയ് സാറിൻ്റെ ആരായിരുന്നപ്പോഴത്തേക്കും സാർ എല്ലാവർക്കും ഇൻഡിവിജ്വലി പേഴ്സണലി എല്ലാവരുടെയും അടുത്ത് പോയിട്ട് എല്ലാവരും വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു, ചിയർ ചെയ്യുന്നുണ്ടായിരുന്നു, വിച്ച് വാസ് മച്ച് നീഡഡ്. അപ്പോൾ അങ്ങനെ സാറും കൂടി പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ അടുത്ത് സുനിൽ സാറ് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ എല്ലാം അവസാനിക്കുന്നതിൻ്റെ ഓരോരോ വിഷമം ഒക്കെ രീതിയിൽ നന്നായിട്ട് പരീക്ഷ എഴുതുക. അതിനകത്ത് ഒരു പിശുക്കും വരാൻ പാടില്ല. മാർക്ക് വാങ്ങിയിരിക്കണം. ഏതാണ് 100ൽ 100 നമ്മുടെ അവകാശമാണ്. അത് 50 അല്ല നിങ്ങളുടെ റൈറ്റ്, 100 തന്നെയാണ് നിങ്ങളുടെ റൈറ്റ്. അതിനനുസരിച്ചുള്ള നല്ല രീതിയിൽ അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് മര്യാദയ്ക്ക് ഉറങ്ങിക്കോണം, മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചോണം, മര്യാദയ്ക്ക് വെള്ളം കുടിച്ചോണം. വേറെ അലമ്പൊന്നും പാടില്ല. കാരണം ഉറങ്ങാതിരുന്ന് പഠിച്ച് അത് ബ്രെയിനിൽ നിന്ന് പോകുന്ന രീതിയിലാവരുത്. സോ നല്ലപോലെ റെസ്റ്റ് ആവശ്യമാണ്, നല്ലപോലെ എൻജോയ്മെൻറ്റും ആവശ്യമാണ്. ഓക്കെ, എൻജോയ് ചെയ്ത് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. അങ്ങനെ പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോയിട്ടോ. എൻ്റെയും സുരൻ്റെയും ഫേവറേറ്റ് സ്പോട്ടാട്ടോ മസാഫി. ഫേവറേറ്റ് എന്നല്ല, ബട്ട് ദെൻ കമ്പാരിറ്റീവ്ലി നല്ല ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടാട്ടോ. അപ്പം ലൈക്ക് യൂഷ്വലി മിക്ക സാറ്റർഡേ അങ്ങോട്ട് പോവുക ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആക്ടിവിറ്റി എന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ അത് തന്നെ ഇന്നും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ദ്രവ്യ മ്യൂസിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 21-ാം തീയതി മുതൽ ഞങ്ങൾക്ക് മോഡൽ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പം അത് മോഡൽ തിയറി കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്രാക്ടിക്കൽസിന് വേണ്ടി എല്ലാം ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ ഡ്രഗ്സൊക്കെ ഒന്ന് കണ്ടുവയ്ക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ മ്യൂസിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് സെക്കൻഡ് പ്രൊഫ്, അതുകൊണ്ട് സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വരുവാ. എന്താ പറയാനല്ലേ? ഇനി മോഡലൊക്കെ ആയിട്ട് ഉഷാറല്ലേ? Your sleepless nights are coming. കറി ഉണ്ടാവും ബാക്കി. അങ്ങനെ കഴിഞ്ഞു ഗൈസ്. സൈനിങ് ഓഫ്. ഐഷ്യൻ്റെ കഴിഞ്ഞു. ഐഷ്യന് സൈൻ അപ്പ് ആവാം.
എന്താ പറയാനല്ലേ? ലാസ്റ്റ് ഡേ ഓഫ് സെക്കൻഡ് പ്രൊഫ് ടെക്നിക്കലി സ്പീക്കിംഗ്. ലാസ്റ്റ് 2 റോൾ നമ്പേഴ്സായി എൻ്റെ സോ ടെക്നിക്കലി ലാസ്റ്റ് ഡേ ഓഫ് സെക്കൻഡ് പ്രൊഫാണ് ഇന്നിപ്പോൾ നമ്മൾ അറ്റൻഡൻസും IMR ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോവുക. ഇപ്പോൾ ഓൾറെഡി പ്രയർ സ്റ്റാർട്ടായി. പക്ഷെ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് അത് കുഴപ്പമുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ IMRക്കിൻ്റെത് സെറ്റായിട്ടില്ല. ബട്ട് നമ്മൾ എക്സാമിൻ്റെ നോഡ്യൂ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തു. ഇനി ഫീസ് അടയ്ക്കണം. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക എല്ലാവരും. അപ്പം ഇപ്പം വന്നൊരു റീസെൻറ്റ് എന്താ പറയുക ഒരു അപ്ഡേറ്റ് എന്നല്ല, ലൈക്ക് നമ്മളിങ്ങനെ ലാസ്റ്റ് ഇയർ നമ്മൾ 3 വർഷം മുന്നേ നമ്മൾ ഈ സമയത്ത് എവിടെയായിരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ അയവറുത്തോണ്ടിരിക്കുകയായിരുന്നു. അയവർക്ക് അപ്പോൾ വസു പറഞ്ഞു, വസു 3 വർഷം മുന്നേ മെഡിക്കൽ കോളേജിൽ ചൈൽഡ് ഡയാലിസിസ് ക്ലാസ്. അതെ, ഞാൻ ക്രിസ്ത്യൻ കോളേജിലായിരുന്നു എന്ന് വിശ്വസിക്കുന്നത്. ഞാൻ ലൈക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്തിരിക്കുന്നുണ്ടാവും. ഐഷ എന്താ ചെയ്തിരുന്നത്? ഞാൻ കേക്ക് കഴിക്കായിരുന്നു വെഡിങ് ആനിവേഴ്സറിയുടെ. നീ എന്താ ചെയ്തിരുന്നത്? ഞാൻ എൻ്റെ പഴയ കോളേജ് KKTM ഫ്രണ്ട്സുമായിട്ട് ചിൽ ചെയ്യുന്നു. അമ്മു എന്താ ചെയ്തിരുന്നത് 3 വർഷം മുന്നേ ഈ ദിവസം? ഉറങ്ങല്ലേ തങ്കു? പിന്നെ ആ ഒരു റേഞ്ച് കണ്ടിട്ടേ ഇല്ല. അതാണ് സെക്കൻഡ് അലോട്ട്മെന്റ്. അപ്പൊ നവംബറിൽ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിട്ടുണ്ട്. ഹാപ്പി ക്രിസ്മസ്. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഹാപ്പി ക്രിസ്മസ്. ഏതാണ് പിന്നെ മനസ്സിലായില്ല. ഏതത്? തൊക്ക്. വാവ്. നെക്സ്റ്റ് ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് 12th ജാനുവരി. അപ്പോൾ നമ്മൾ നാളെ നമുക്ക് ദ്രവ്യത്തിൻ്റെ പ്രാക്ടിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെടിയൊക്കെ കാണാൻ വന്നയാ. അത് എൻ്റെ ഒപ്പം ഇപ്പം കോട്ടപ്പടി ഉണ്ട്, ശാലിനി ഉണ്ട്, അമ്പറുണ്ട്, എല്ലാവരും ഉണ്ട്. ഹലോ ഗൈസ്, ഇന്ന് ആർഷയുടെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ പരീക്ഷ തീർന്നു. അപ്പൊ ഇന്ന് ഇറ്റ്സ് 28th ജാനുവരി. അങ്ങനെ നമ്മുടെ 1.5 മാസം നീണ്ടു നിന്ന് ഞങ്ങളുടെ എക്സാം ഇന്ന് കഴിഞ്ഞു. എല്ലാവരും അതിന്റെ ആ ഒരു സന്തോഷത്തിലാണ്. ഇനി എല്ലാവർക്കും വീട്ടിൽ പോവാ. അപ്പൊ ഇനി അടുത്ത വർഷം ഫൈനൽ ഇയേഴ്സ്. അപ്പം ഇനി തിരുമ്പി വന്നിട്ട് പാക്കലാം. ഫൈനൽ ഇയേഴ്സ്. ബൈ.